നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. തായ്വാൻ കടലിടുക്കിൽ കനത്ത സംഘർഷം. ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷ മേഖലകളിലൊന്നായ തായ്വാൻ കടലിടുക്കിൽ ചൈനയും തായ്വാനും തമ്മിലുള്ള സൈനിക നയതന്ത്ര ഏറ്റുമുട്ടലുകൾ വീണ്ടും ശക്തമായി തുടരുകയാണ്. തായ്വാന്റെ മേലുള്ള സ്വന്തം പരമാധികാരവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻസ് ആർമി ഈ മേഖലയിൽ വ്യോമ നാവിക പെട്രോളിംഗും നിരീക്ഷണങ്ങളും വ്യാപകമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ പുതിയ സുരക്ഷാ റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് യുദ്ധവിമാനങ്ങളും നിരവധി നാവിക കപ്പലുകളും തായ്വാൻ സമുദ്രാതിർത്തിക്ക് സമീപം സജീവമായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1683 ക്വിങ് രാജവംശത്തിന്റെ കാലഘട്ടം മുതൽ ആരംഭിച്ച ചരിത്രപരമായ അവകാശവാദങ്ങളും ഏക ചൈന നയവുമാണ് ഇത്തരം കർശന നടപടികൾക്ക് ചൈനയെ പ്രേരിപ്പിക്കുന്നത്. അതേസമയം ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടുന്നതിനായി തായ്വാനും സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തായ്വാൻ ആഭ്യന്തരമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനിയുടെ കടൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രതിരോധ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഏഷ്യൻ പസഫിക് മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ഇരുഭാഗത്തു നിന്നും അതീവ ജാഗ്രത പാലിക്കപ്പെടുന്നുണ്ടെങ്കിലും വിദേശ ഇടപെടലുകൾ തടയുന്നതിനും ദേശീയ സുരക്ഷ കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഈ സൈനിക സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായി തുടരുന്നു. പ്രതിരോധ രംഗത്തെ ചരിത്ര കുതിപ്പുമായി ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായാണ് കാവേരി 2.0 എഞ്ചിൻ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. ആദ്യകാല കാവേരി എഞ്ചിനുകളുടെ പ്രകടനത്തിൽ നിന്നും വലിയ സാങ്കേതിക മുന്നേറ്റമാണ് ഈ പുതിയ പതിപ്പ് കൈവരിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ബേണർ സഹായമില്ലാതെ 55-60 kN ഡ്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബേണിലൂടെ 90-100 kN വരെയുള്ള പീക്ക് ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള കരുത്തുറ്റ എഞ്ചിൻ കോറാണ് ഇതിലുള്ളത്. ലോകത്തെ മുൻനിര യുദ്ധവിമാന എഞ്ചിനുകളോട് കിടപിടിക്കുന്ന ഈ സാങ്കേതിക വിദ്യ തേജസ് Mk-1A ഫൈറ്റർ ജെറ്റുകളുടെ യഥാർത്ഥ ശേഷി പുറത്തെടുക്കാൻ ഏറെ സഹായകരമാകും. എഞ്ചിന്റെ അകത്തളങ്ങളിൽ ഭാരക്കുറവും ആധുനിക ദൃഢതയും ഉറപ്പാക്കുന്നതിനായി ഉയർന്ന മർദ്ദമുള്ള കംപ്രസറുകളും അത്യാധുനിക ടൈറ്റാനിയം അലോയ്ഡ് ബ്ലിസ് ഘടകങ്ങളും ഇതിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണങ്ങളുടെയും വികസനങ്ങളുടെയും ഫലമായുണ്ടായ കാവേരി 2.0 സൈനിക രംഗത്ത് പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള ശക്തമായ ചുവടുവയ്പ്പാണ്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് അഴിമതി വിവാദം. പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാൻ സന്യാസിമാരുടെ സമരം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭാവനകളിലെ സാമ്പത്തിക തിരിമറികളിൽ നിഷ്പക്ഷവും ഉന്നതതലവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്പ്യൂട്ടർ ബാബ, പ്രകാശാനന്ദ ഗിരി മഹാരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ 500ഓളം സന്യാസിമാരും മതനേതാക്കളും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മണ്ഡി ഹൗസിലെ നേപ്പാൾ എംബസിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് മുന്നോട്ടു നീങ്ങിയത്. സാമ്പത്തിക ക്രമക്കേടുകളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്ന അതേ ദിവസമാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇതിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനുള്ളിൽ സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് തിരിമറികൾക്ക് പിന്നിലെന്നും സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം. ക്യാമ്പസുകളിലെയും തെരുവുകളിലെയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് അദ്ദേഹം സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. പ്രതിഷേധങ്ങളെ കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്വത്തോടെയല്ല മറിച്ച് ബലപ്രയോഗത്തിലൂടെയാണ് നേരിട്ടതെന്നും യുവ ഇന്ത്യക്കാർക്കിടയിലെ വിശ്വാസത്തിന്റെ ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവാക്കളുടെ ചോദ്യങ്ങളെ ഭയപ്പെടുന്ന സർക്കാരിന് ധാർമ്മിക അധികാരം നഷ്ടപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി ഷായും ഉൾപ്പെടെയുള്ളവർ സ്വന്തം പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ രാജ്യത്തെ യുവാക്കൾ അനുവദിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം പ്രതിപക്ഷം പൂർണ്ണമായും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു.
അതേസമയം വിദ്യാർത്ഥികളുടെ അസ്വസ്ഥതകൾ രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി BJP ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളി. വന്ദേമാതരം വിവാദത്തിൽ കോൺഗ്രസിനെ പരിഹാസവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരം വിവാദത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. വന്ദേമാതരം ഇന്ത്യക്കാർ മുഴുവൻ ആലപിക്കുമെന്നും കോൺഗ്രസുകാർ വേണമെങ്കിൽ ഇറ്റാലിയൻ ദേശീയഗാനം പാടട്ടെ എന്നും അദ്ദേഹം പരിഹസിച്ചു. TG മോഹൻദാസിന്റെ പ്രസ്താവനയോട് താൻ യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സർക്കാരിന്റെ ഇത്തരം നടപടികൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മാത്രമാണെന്നും കുറ്റപ്പെടുത്തി. തീരപ്രദേശങ്ങളിലെ പ്രശ്നങ്ങളിൽ നിന്നും മറ്റ് ജനകീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണിതെന്നും ഇത് വലിയ ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി വിവാദത്തിൽ കുരുങ്ങി CPM. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ച നിലപാട് CPM-നെയും LDF-നെയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് ആരാണെന്ന് വ്യക്തമാക്കി പിണറായി വിജയൻ ഔദ്യോഗികമായി കത്ത് നൽകിയാൽ ഉടൻ മുറി അനുവദിക്കാമെന്ന സ്പീക്കറുടെ പ്രഖ്യാപനം പന്ത് പൂർണ്ണമായും CPM-ന്റെ കോർട്ടിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ഇതിലൂടെ മുന്നണിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ മറനീക്കി പുറത്തുവരികയും PSC ചെയർമാൻ എന്ന നിലയിൽ ഇതിനകം ഒരു മുറിയുള്ള KN ബാലഗോപാലിന് മറ്റൊരു മുറി വേണമെങ്കിൽ അദ്ദേഹത്തെ ഉപനേതാവായി പ്രഖ്യാപിക്കാൻ പാർട്ടി നിർബന്ധിതമാകുമെന്ന സങ്കീർണമായൊരു ധർമ്മസങ്കടമാണ് സ്പീക്കറുടെ ഈ തന്ത്രപരമായ നീക്കം സൃഷ്ടിച്ചിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ MLA-യുടെ വാഹനത്തിന്റെ ട്രാഫിക് നിയമലംഘനങ്ങൾ വിവാദത്തിൽ. മോഡിഫിക്കേഷൻ വരുത്തിയ ജീപ്പിന് പിഴ ചുമത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കെ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മന്റെ വാഹനത്തിന്റെ ഗതാഗത നിയമലംഘന കണക്കുകൾ പുറത്തു വന്നത് പുതിയ വിവാദത്തിലായിരിക്കുകയാണ്. സഹോദരി അച്ചു ഉമ്മന്റെ പേരിലുള്ള ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്ന ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ 3 വർഷത്തിനിടെ 57 തവണയാണ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് നിരത്തുകളിൽ ക്യാമറയിൽ കുടുങ്ങിയത്. പിഴ ഇനത്തിൽ മാത്രം സർക്കാരിലേക്ക് 42,000 രൂപയാണ് ഈ വാഹനത്തിന് അടക്കാനുള്ളത്. ഇതിൽ MLA സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിന് മാത്രം 43 തവണ പിഴ വീണിട്ടുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. TG മോഹൻദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാനാകാത്തതെന്ന് EP ജയരാജൻ. BJP നേതാവ് TG മോഹൻദാസിന്റെ അറസ്റ്റ് സർക്കാർ മറ്റു വഴികളില്ലാതെ നടപ്പിലാക്കിയതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ വ്യക്തമാക്കി. അറസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുമായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് മാധ്യമങ്ങൾ അനാവശ്യമായി പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കുകയാണെന്നും അർജുൻ ആയങ്കി പാർട്ടിയല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവരങ്ങൾക്ക് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും പ്രത്യേക നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അർജുൻ ആയങ്കിയെ അനുകൂലിച്ച് സംസാരിക്കുന്നവർ ഒരിക്കലും പാർട്ടി പ്രവർത്തകരാകാൻ സാധ്യതയില്ലെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. തീരദേശത്തെ പ്രതിഷേധം തണുപ്പിക്കാൻ നേരിട്ടിറങ്ങി മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ വൈകുന്നതിനെ തുടർന്ന് തീരദേശ മേഖലകളിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിഷേധം തണുപ്പിക്കാൻ സർക്കാർ നേരിട്ടിറങ്ങി. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി ഷിബു ബേബി ജോണും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അമ്മ രേഷ്മയുമായി സംസാരിച്ച് പരാതികൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു. ഇതിനു പുറമെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂറും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലുമുള്ള മറ്റ് കാണാതായവരുടെ വീടുകളും സന്ദർശിച്ചു. ദുരന്തത്തിനിരയായ കുടുംബങ്ങളുടെ അമർഷവും പ്രതിഷേധവും സ്വാഭാവികമാണെന്നും തനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ലെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, നേവി, സ്കൂബ ഡൈവിംഗ് സംഘങ്ങൾ എന്നിവയുടെയെല്ലാം സഹായത്തോടെ സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള വ്യാപകമായ തിരച്ചിലാണ് കടലിൽ പുരോഗമിക്കുന്നതെന്നും ബാധിത കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. നിതിൻ രാജ് ആത്മഹത്യാ കേസ് ഡിവൈഎസ്പിക്കെതിരായ നടപടി വൈകുന്നതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം.
അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഡോക്ടർ റാമിന്റെ അറസ്റ്റ് വൈകിപ്പിച്ചതിലും നിയമ നടപടികളിൽ വീഴ്ച വരുത്തിയതിലും സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ ഹൈക്കോടതി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഉത്തരവാദിയായ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിനെ എന്തുകൊണ്ടാണ് ഇതുവരെ സസ്പെൻഡ് ചെയ്യാത്തതെന്ന് കോടതി നേരിട്ട് ചോദ്യം ചെയ്തതോടൊപ്പം സർക്കാർ ചെയ്യുന്നത് സർക്കാർ തന്നെ ചെയ്യണം എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഉന്നത സ്വാധീനമുള്ള പ്രതിയായ ഡോക്ടർ റാമിന് നിയമത്തിന്റെ പരിധിയിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടാക്കിക്കൊടുക്കുന്ന പോലീസ് നടപടികളെ രൂക്ഷമായി വിമർശിച്ച കോടതി അന്വേഷണത്തിലെ വീഴ്ചകളിൽ ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. ഈ വിവാദങ്ങളെ തുടർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപങ്ങൾക്കിടയിൽ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്.